എല്ലാവർക്കും നമസ്കാരം. ടെൻഡർ പ്രൈസ് കാൽക്കുലേഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ട് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിലേക്ക് കടക്കുക. കാരണം കോസ്റ്റ് ഷീറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം ടെൻഡർ പ്രൈസിലേക്ക് കടക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡിങ് 31st December 2019. 31st December 2019 ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ഇൻഫോർമേഷൻസ് തന്നിരിക്കുന്നു. റോ മെറ്റീരിയൽസ് 12,000, ഡയറക്ട് ലേബർ 16,000, ഇൻഡയറക്ട് ലേബർ 3,000. വർക്ക്സ് ഓവർ ഹെഡ് തന്നിരിക്കുന്നത് 25% ഓഫ് ഡയറക്റ്റ് ലേബർ. അതായത് വർക്ക്സ് ഓവർ ഹെഡ് തന്നിരിക്കുന്നത് ഡയറക്റ്റ് ലേബറിന്റെ 25% ആണ്. ഡയറക്റ്റ് ലേബർ 16,000 ആണ്. അതിന്റെ 25% വർക്ക്സ് ഓവർ ഹെഡ് എടുക്കേണ്ടത്. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് തന്നിരിക്കുന്നു 10% ഓഫ് വർക്ക്സ് കോസ്റ്റ്. അപ്പൊ വർക്ക്സ് കോസ്റ്റിന്റെ 10%. അപ്പൊ നമുക്ക് വർക്ക്സ് കോസ്റ്റ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, വർക്ക്സ് കോസ്റ്റ് നമ്മൾ കണ്ടെത്താറുണ്ട്. അതിന്റെ 10% നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആയിട്ട് എടുക്കേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 200 യൂണിറ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 300 യൂണിറ്റ്. ഔട്ട്പുട്ട് 1000 യൂണിറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ യൂണിറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, നമുക്ക് എമൗണ്ട് തന്നിട്ടില്ല. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും യൂണിറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, എമൗണ്ട് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് തന്നിരിക്കുന്നു 200 യൂണിറ്റ്. യൂണിറ്റ് ആണ് തന്നിട്ടുള്ളൂ, എമൗണ്ട് തന്നിട്ടില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 300 യൂണിറ്റ്. ഇവിടെയും യൂണിറ്റ് അറിയാം, എമൗണ്ട് തന്നിട്ടില്ല. അപ്പൊ നമുക്കത് എമൗണ്ട് കണ്ടുപിടിക്കണം. ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 1000 യൂണിറ്റ് ആണ് ഈ വർഷത്തെ ഔട്ട്പുട്ട്. സെയിൽസ് തന്നിട്ടുണ്ട് 900 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റ് 50 രൂപയ്ക്കാണ് സെയിൽ നടത്തുന്നത്. അപ്പൊ എമൗണ്ട് 4,500. ഇത്രയും ഡീറ്റെയിൽസ് ആണ് കോസ്റ്റ് ഷീറ്റ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. ദ കമ്പനി വാണ്ട്സ് ടു കോട്ട് ഫോർ ദ സപ്ലൈ ഓഫ് 500 യൂണിറ്റ്സ്. 500 യൂണിറ്റ്സിന്റെ കൊട്ടേഷൻ പ്രൈസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, അത് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ കോസ്റ്റ് 10% ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ വേജസ് ബൈ 5%. വേജസ് 5% കൂടുന്നുണ്ട്. ദ കൊട്ടേഷൻ ഷുഡ് ഫെച്ച് 20% പ്രോഫിറ്റ്സ് ഓൺ സെയിൽ. നമ്മളോട് പ്രോഫിറ്റ് പറഞ്ഞിരിക്കുന്നത് സെയിൽസിന്റെ 20%. അതർ എക്സ്പെൻസസ് റിമെയിൻ കോൺസ്റ്റന്റ് പെർ യൂണിറ്റ്. മറ്റ് എക്സ്പെൻസുകള് എല്ലാം പെർ യൂണിറ്റ് എന്താണ്, സെയിം തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എത്ര യൂണിറ്റിന്റെയാണ്, 1000 യൂണിറ്റിന്റെ ഇൻഫോർമേഷൻസ് ആണ് തന്നിരിക്കുന്നത് കോസ്റ്റ് ഷീറ്റ് ചെയ്യാൻ. നമുക്ക് ടെൻഡർ ചെയ്യേണ്ടത് എത്ര യൂണിറ്റിന്റെയാണ്, 500 യൂണിറ്റിന്റെയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ഏതാണ്, 1000 യൂണിറ്റിന്റെ കോസ്റ്റ് ഷീറ്റ് ചെയ്യുക. അതിൽ നിന്നും പെർ യൂണിറ്റ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് നോക്കാം. കോസ്റ്റ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡിങ് 31st December 2019. നമുക്കറിയാം 1000 യൂണിറ്റ് ആണ്. അത് കൃത്യമായി ഔട്ട്പുട്ട് അവിടെ എഴുതുക. ഓക്കെ, ആദ്യം റോ മെറ്റീരിയൽ എത്രയാണ്, റോ മെറ്റീരിയൽ തന്നിരിക്കണേ നോക്കുക, 12,000 ആണ്. നമ്മൾ 12,000 എഴുതുന്നു. പെർ യൂണിറ്റ് കിട്ടാൻ 12,000നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അടുത്തത് ഡയറക്റ്റ് ലേബർ 16,000 ആണ്. പെർ യൂണിറ്റ് കിട്ടാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എല്ലാ എമൗണ്ടിനെയും പെർ യൂണിറ്റ് കിട്ടാനായിട്ട് നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ലേബറും മെറ്റീരിയലും കിട്ടിക്കഴിഞ്ഞു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ആഡ് ചെയ്യുമ്പോഴാണ് പ്രൈം കോസ്റ്റ് വരിക. ഇവിടെ പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞു 28,000. ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ പെർ യൂണിറ്റും കിട്ടിക്കഴിഞ്ഞു. ഈ ഫാക്ടറി ഓവർ ഹെഡ് ആണ്. ഫാക്ടറി ഓവർ ഹെഡിന് വേണ്ടി തന്നിരിക്കുന്നത് വർക്ക്സ് ഓവർ ഹെഡ് നമുക്ക് പറയുന്നത് 25%. അപ്പൊ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്, വർക്ക്സ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് ലേബറിന്റെ 25%. അപ്പൊ ഡയറക്റ്റ് ലേബർ 16,000 എഴുതിയിട്ട് അതിന്റെ 25%. അപ്പോൾ 4,000 എന്ന് വരും. 4,000 ഡിവൈഡഡ് ബൈ 1000 4 രൂപ. ഇൻഡയറക്റ്റ് ലേബർ 3000 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 3000 അത് അതുപോലെ എഴുതുക.
ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ 3. അപ്പൊ നമുക്ക് ഇൻഡയറക്റ്റുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു. പ്രൈം കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫാക്ടറി കോസ്റ്റ് ആയി. ഈ ഫാക്ടറി കോസ്റ്റിനെ തന്നെയാണ് നമ്മൾ ഏത് പറയുന്നത്, വർക്ക്സ് കോസ്റ്റ് എന്ന് പറയുന്നതും. രണ്ടും സെയിം തന്നെയാണ്. ഇനി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് തന്നിട്ടുണ്ട് നമ്മളോട് 10% ഓഫ് വർക്ക്സ് കോസ്റ്റ്. അപ്പൊ നമുക്ക് വർക്ക്സ് കോസ്റ്റ് കിട്ടിയിട്ടുണ്ട് 35,000. അതിന്റെ 10% കണ്ടാൽ മതി. അപ്പൊ നമുക്ക് ഏത് കിട്ടി, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും കിട്ടിക്കഴിഞ്ഞു. ഇപ്പോ നമ്മള് 38,500 രൂപ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞു. അതിന്റെ പെർ യൂണിറ്റും 38.50. ഓക്കെ ആണ്. ഇവിടെ വരെ നമ്മള് എത്തിക്കഴിഞ്ഞു. വരുന്നുണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുക. പക്ഷെ ഇവിടെ രണ്ടിലും യൂണിറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക്, പക്ഷെ എമൗണ്ട് അറിയില്ല. അപ്പൊ എമൗണ്ട് അറിയാൻ എന്ത് ചെയ്താൽ മതി, യൂണിറ്റിനെ ഈ 38.50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 1000 യൂണിറ്റിന് ഇവിടെ ഇന്നർ കോളത്തിൽ എഴുതുക. ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 200. എമൗണ്ട് അറിയില്ല, എമൗണ്ട് അറിയാൻ 200 ഇൻറ്റു 38.50. അപ്പൊ 7700. 1000ന്റെ കൂടെ 200 കൂട്ടിയാൽ 1200. ഇവിടെ ടോട്ടൽ 36,200. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുന്നു, 300 യൂണിറ്റ് ലെസ് ചെയ്യുക. അപ്പൊ എത്ര വരും, 900 വരും. ഓക്കെ, ഇവിടെയും എമൗണ്ട് അറിയില്ല, 300 ഇൻറ്റു 38.50 ചെയ്യുക. അപ്പൊ 11,550 എന്ന് വരും. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി 34,650. ഇത് എത്ര യൂണിറ്റിന്റെ ആണ്, 900 യൂണിറ്റ്സിന്റെ എമൗണ്ട് ആണ് ഇത്. അപ്പൊ ഒരു യൂണിറ്റിന് കിട്ടാൻ 34,650 ഡിവൈഡഡ് ബൈ 900 ചെയ്താൽ 38.50. ഇവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഒരു യൂണിറ്റ് കിട്ടാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യരുത്. കാരണം ഇത് 1000 എണ്ണത്തിന്റെ എമൗണ്ട് അല്ല, ഇത് എത്ര എണ്ണത്തിന്റെ ആണ്, ഇത് 900ന്റെ ആണ്. അതാണ് ഇവിടുത്തെ ഒരു ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഇവിടെ നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിക്കഴിഞ്ഞു. ഇതിന്റെ കൂടെ പ്രോഫിറ്റ് നമുക്ക് ആഡ് ചെയ്യണം. പക്ഷെ പ്രോഫിറ്റ് നമുക്ക് അറിയില്ല, നമുക്ക് പക്ഷെ സെയിൽസ് അറിയാം. എത്രയാണ് സെയിൽസ്, ഒരു യൂണിറ്റ് 50 രൂപയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സെയിൽസ് 45,000 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ 45,000-ന്ന് 34,650 കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റ് 10,350. പെർ യൂണിറ്റ് വരുമ്പോ 11.50. അപ്പൊ ഇവിടുത്തെ ഈ ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ് ആണ് മനസ്സിലാക്കേണ്ടത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ 900 വരും. അപ്പൊ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ വിറ്റത് 900 യൂണിറ്റ് ആണ്. അതുകൊണ്ടാണ് 900 ഇൻറ്റു 50 എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന സെയിൽസ്. പിന്നെ ഇവിടുത്തെ പെർ യൂണിറ്റ് കാണുമ്പോഴും ശ്രദ്ധിക്കണം, ഇവിടെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പാടില്ല, 900 ഉപയോഗിച്ചിട്ടേ ഡിവൈഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് 1000 യൂണിറ്റിന്റെ കോസ്റ്റ് ഷീറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് എങ്ങനെയാണ് നമുക്ക് 500 യൂണിറ്റിന്റെ കൊട്ടേഷൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, കൊട്ടേഷൻ നോക്കാം നമുക്ക്. കൊട്ടേഷൻ ഫോർ 500 യൂണിറ്റ്സ്. ആദ്യം മെറ്റീരിയൽ ആണ് നമ്മൾ എഴുതുന്നത്. നോക്കുക, നമ്മുടെ മെറ്റീരിയലിന്റെ പെർ യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 12. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മെറ്റീരിയലിന്റെ കോസ്റ്റ് 10% കൂടുന്നുണ്ട്. അപ്പോൾ 12 അതിന്റെ 10%. 12ന്റെ 10% എന്ന് പറയുമ്പോൾ 1.20 ആണ് വരിക. അത് 12ന്റെ കൂടെ കൂടുന്നു എന്നാ പറയുന്നത്. അപ്പൊ 13.20 ആണ് പെർ യൂണിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. അതായത് നമുക്ക് മെറ്റീരിയലിന്റെ കോസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 12 ആണ് നമുക്ക് ഇവിടെ പെർ യൂണിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് 10% കൂടുന്നു. അപ്പൊ 1.20 കൂടുന്നുണ്ട്. അപ്പൊ 12 പ്ലസ് 1.20 എന്ന് പറയുമ്പോൾ 13.20 ആണ് വരിക. അപ്പൊ നമ്മള് മെറ്റീരിയലിന്റെ കോസ്റ്റ് എടുക്കേണ്ടത് എത്രയാണ്, 13.20. ഓക്കെ, ഇനി നമുക്ക് 500 എണ്ണത്തിന്റെ ആണ് കാണേണ്ടത്. അപ്പൊ 13.20 ഇൻറ്റു 500 ചെയ്ത് കഴിഞ്ഞാൽ 6,600 കിട്ടും. ഇതേപോലെ ഡയറക്റ്റ് ലേബറും പെർ യൂണിറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 16 ആണ്. അതേ 16 തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ ഡയറക്റ്റ് ലേബർ 5% കൂടുന്നുണ്ട്. അതായത് 16ന്റെ 5% കൂടുക. അപ്പൊ അത് 5% കൂട്ടുമ്പോ 0.8 ആണ് കൂടുക. അപ്പൊ 16ഉം 0.8ഉം 16.8 അത്
വരും. ഇൻറ്റു 500 ചെയ്യാം. ഇപ്പൊ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ. അതേപോലെ ഫാക്ടറി ഓവർഹെഡ് ഇതിലൊന്നും മാറ്റില്ല. കാരണം നമുക്ക് ഫാക്ടറി ഓവർഹെഡ് 4 കിട്ടിയത്. അതേ 4 തന്നെ ഇവിടെ എഴുതുക. ഇൻറ്റു 500 ചെയ്താൽ ഈ എമൗണ്ട് കോളം കിട്ടും. അതുപോലെ ഇൻഡയറക്റ്റ് ലേബർ പെർ യൂണിറ്റ് 3 ആ 3 അങ്ങനെ തന്നെ എഴുതുക. ഈ എമൗണ്ട് കോളം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 500. ഇത് കിട്ടാൻ എല്ലാത്തിനെയും 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എമൗണ്ടുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും അതുപോലെ തന്നെ നമുക്ക് 3.50 കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ എഴുതുക. ഇതിനാണ് നമ്മളോട് ഈ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ആ പെർ യൂണിറ്റിനെ 500 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എമൗണ്ടുകളായി. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഇവിടെ നമുക്കൊരു വർക്കിംഗ് നോട്ട് വരും. 25% എന്നുള്ളത് നമുക്ക് എങ്ങനെയാ കിട്ടുക? നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? 20% പ്രോഫിറ്റ് ഓൺ സെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ കോസ്റ്റിലേക്ക് മാറ്റുമ്പോഴാണ് 25% കിട്ടുക. എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? സെയിൽസ് 20 ആണെങ്കിൽ 20 ഡിവൈഡഡ് ബൈ 100 മൈനസ് 20 ഇൻറ്റു 100. തൊട്ട് മുമ്പത്തെ പ്രോബ്ലംസിലൊക്കെ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലം കാണാത്തവര് ഒന്ന് കാണുക. അപ്പൊ അതിലൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ 20/80 ഇൻറ്റു 100 അതാണ് 25% ഓൺ കോസ്റ്റ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഇത്ര കിട്ടി. ഇതിന്റെ 25% നമുക്ക് പ്രോഫിറ്റ് ആണ്. അത് ആഡ് ചെയ്താൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആയി. അപ്പൊ എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് സെയിൽസിന്റെ എന്ന് പറഞ്ഞിട്ടാണ് തരിക. അതിനെ എന്തിലേക്ക് മാറ്റണം? നമ്മള് കോസ്റ്റിലേക്ക് മാറ്റണം. കോസ്റ്റിലേക്ക് മാറ്റാനാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോഴാണ് 25% ഓൺ കോസ്റ്റ് എന്ന് കിട്ടുക. അപ്പൊ നമുക്ക് ഇവിടെ കോസ്റ്റ് ആണ് അറിയുള്ളൂ, സെയിൽസ് അറിയില്ല. അപ്പൊ കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 50.625. എമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 25,313 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് കൊട്ടേഷൻ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ പ്രോബ്ലത്തിലെ ഒരു ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പെർ യൂണിറ്റിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും പ്രോബ്ലം നന്നായിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.